ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കംപ്ലീറ്റ് ഡാമേജ് ആയിട്ടുള്ള മുടി എങ്ങനെയാണ്, അതായത് കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള മുടി, ഡാമേജ് ആയിട്ടുള്ള മുടി, എല്ലാ കളറിങ്ങും എല്ലാ കുന്തങ്ങളും ചെയ്തിട്ട് നാശമായി കൊളായ മുടി എങ്ങനെയാണ് ഞാൻ എൻ്റെ പഴയ മുടിയിലേക്ക് കൊണ്ടെത്തിച്ചത്, ഡാമേജ് ഒക്കെ മാറ്റിയിട്ട് ഇപ്പം ഞാൻ പനങ്കൊലി ആയി എന്നല്ല പറയുന്നത്, എൻ്റെ പഴയ മുടിയിലേക്കായി. അതന്നെ ഞാൻ വളരെ സന്തോഷമാണ്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ആ ഡാമേജ് മാറ്റി എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞാൻ എൻ്റെ പഴയ മുടിയുടെ കോലം ഞാനിവിടെ കൊടുക്കാം. എൻ്റെ അത്രയും ഫുൾ ഡാമേജ് ആയിട്ടുള്ള മുടിയിലാണ് ഞാൻ ഈ കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റുകളും ചെയ്യുന്നത്. കളറിങ് ആയാലും അവിടുന്ന് ഞാൻ എൻ്റെ മറ്റേ കെരാറ്റിന സ്മൂത്തനിങ് ഇതൊക്കെ ചെയ്യണത് ഫുൾ ഡാമേജ് ആയിട്ടുള്ള മുടിയിലാണ്. അപ്പോൾ വീണ്ടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോവുക, പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചൂല് പോലെ ആവുക, മുടി വെട്ടിയാലും ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു. അത് ഒരു പ്രത്യേകിച്ച് ഒരു ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനത്തെ ഭയങ്കര, അതായത് ഞാൻ എത്ര അവർ പറയുന്ന ഷാമ്പും കണ്ടീഷണറും ഒക്കെ യൂസ് ചെയ്താലും അത്രയും വളരെ, അതായത് ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ചൂല് പോലത്തെ മുടിയായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ മാറ്റി നമ്മുടെ നോർമൽ ആയിട്ടുള്ള എൻ്റെ ഈ പഴയ രൂപത്തിലേക്ക്. ഇപ്പം ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല. സാധാരണ ഷാമ്പും കണ്ടീഷണറും നമ്മൾ യൂസ് ചെയ്യണത്, അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ സാധാരണ യൂസ് ചെയ്യുന്ന ഷാമ്പും കണ്ടീഷണറും മാത്രമാണ് യൂസ് ചെയ്യണത്. അപ്പം ഞാൻ എന്താണ് ഈ ഡാമേജ് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്തത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഒട്ടും നേരം വയ്ക്കേണ്ട, വീഡിയോയ്ക്ക് കിടക്കാം. ഒരു സമയത്തുണ്ടല്ലോ എൻ്റെ മുടി ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുകയാണെങ്കിലും പുറത്തു പോവുകയാണെങ്കിലും ഞാൻ എപ്പോഴും ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ്, ഇങ്ങനെ പോണിറ്റെയിൽ പോലെ കെട്ടി വെച്ചിട്ടാണ് ഇരിക്കുള്ളൂ. കാരണം എനിക്കിത് അഴിച്ചിടാൻ ഭയങ്കര നാണക്കേടാണ്. അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര, അതായത് ഒരു വൃത്തിയിട്ട, ഞാൻ ഇവിടെ കൊടുക്കാം, ഒരു വൃത്തിയിട്ട കോലത്തിലാണ് എൻ്റെ മുടി ഉണ്ടാവുക. അതുകൊണ്ട് അത് പേടിച്ചിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ മുടി കെട്ടി വയ്ക്കും. ഈ സംഭവം വളരൂല, ഇങ്ങനെ നിൽക്കുമായിരുന്നു, ഒരുപാട് നാൾ ഇങ്ങനെ നിൽക്കുമായിരുന്നു സ്റ്റക്കായിട്ട്. ഇങ്ങനെ വളരൂല, ഒരുമാതിരി പ്രത്യേക രീതിയിലുള്ള മുടി. ഇവിടുന്നാണ് ഞാൻ അന്ന് തീരുമാനിച്ചു, ഞാൻ ഓക്കെ ഇനി ഞാൻ കെമിക്കലി ഒരു സംഭവങ്ങളും, ഒരു കെരാട്ടിനായാലും എന്ത് തേങ്ങയായാലും ഇനി ഞാൻ ചെയ്യൂല, അങ്ങനെ തീരുമാനിച്ചത് അന്നാണ്. മടുത്ത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആഗ്രഹത്തിനൊക്കെ എപ്പോഴെങ്കിലും പോയിട്ട് നമ്മളുടെ മറ്റേ സ്റ്റൈലിംഗ് ടൂളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ അതൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്യില്ല, അത് തീരുമാനം എടുത്തതാണ്. അപ്പോൾ അത്രയും ഡാമേജ് എങ്ങനെയാണ് ഞാൻ മാറ്റി എന്നുള്ളതാണ് ഇനി പറയുന്നത് കേട്ടോ. ഒക്കെ നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. എനിക്കൊരു ഡോക്ടറാണ് പറഞ്ഞു തന്നത്, ഈ ത്രിഫലയില്ലേ, ത്രിഫല, ഈ സംഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചെങ്കിലും ഒന്നും ഒരു മുടിക്കൊരു എന്താ പറയുക, ഒരു ഇത് കൊണ്ടുവന്നത്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന എണ്ണയും അതൊക്കെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യണതാണ്. പക്ഷെ അതിലൊന്നും എനിക്ക് വലിയ മാറ്റം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഈ ത്രിഫല യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ഡാമേജ് ഒക്കെ ഒന്ന് മാറി കുറച്ചൊരു വോളിയം, ഒരു തിക്നെസ് ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയത് ത്രിഫല യൂസ് ചെയ്തതിന് ശേഷമാണ്. എനിക്കിവിടെ ഈ പച്ചമരുന്ന് അങ്ങനത്തെ ആയുർവേദ ഷോപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തമിഴ്നാട്ടിൽ അങ്ങനെ വലിയ കുറേ കടകളൊന്നുമില്ല. കോട്ടയ്ക്കലുണ്ട്, പക്ഷേ കോട്ടയ്ക്കൽ ഒരുപാട് ദൂരമാണ്. അപ്പോൾ അത് മടി കൊണ്ട് ഞാൻ ആമസോണിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്യുക. ആമസോണിൽ നിന്നാണെങ്കിൽ വലിയ ഇങ്ങനത്തെ കവറിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് മേടിച്ച് വയ്ക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഞാൻ എങ്ങനെയാണ് അത് തയ്യാറാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. മെയിനായിട്ടും നമുക്ക് വേണ്ടത് ത്രിഫലയുടെ പൗഡറാണ്. ഇതുപോലെ നമുക്ക് പല ബ്രാൻഡിൻ്റെയും മേടിക്കാൻ കിട്ടും. നിങ്ങൾ നോക്കി മേടിക്കുക, ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ഇപ്പോൾ ഞാനിങ്ങനെ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാവും, സൂപ്പർ മാർക്കറ്റിലൊക്കെ തന്നെ ചെറിയ പാക്കറ്റായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതൊരു 3 സ്പൂണോളം, ഒരു വലിയ സ്പൂണിൽ 3 സ്പൂണോളം എൻ്റെ മുടിക്കൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ഈ ത്രിഫല എന്ന് പറയുന്നത് ഈ നെല്ലിക്ക, താന്നിക്ക, കടുക്ക, ഇതിൻ്റെയും 3ൻ്റെയും പൗഡറാണ് കേട്ടോ. ഇത് ചിലവർക്കൊക്കെ തണുപ്പ്, എനിക്ക് ഞാൻ വിചാരിച്ചു എനിക്ക് ചേരില്ല എന്ന്, ചിലതൊന്നും എനിക്ക് ചേരാറില്ല. പക്ഷെ ഇതെനിക്ക് അങ്ങനെ വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. എനിക്ക് അങ്ങനെ നീരുവീഴ്ച, അങ്ങനത്തെ ജലദോഷമൊന്നും അങ്ങനെയൊന്നും വന്നിട്ടില്ല. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കാസ്റ്റർ ഓയിലാണ്. ഞാൻ യൂഷ്വലി കാസ്റ്റർ ഓയിൽ മാത്രമാണ് ചേർക്കാറുള്ളത്. ഇപ്പോൾ ഞാനിതൊരു ആർഭാടത്തിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് നമ്മളുടെ ഒലിവ് ഓയിലും കൂടി ഞാൻ ചേർത്ത് കാണിക്കുന്നുള്ളൂ. ഞാൻ അങ്ങനെ സാധാരണ ചേർക്കാറില്ല. ഇതുള്ളതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒലിവ് ഓയിലും കൂടി ചേർക്കുന്നുണ്ടെന്ന് മാത്രം. യൂഷ്വലി ഞാൻ എപ്പോഴും കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിൽ ഒരു ഭയങ്കര കിടിലൻ സാധനമാണ് കേട്ടോ. ഇതും പക്ഷെ ചിലവർക്ക് തണുപ്പ് ആവാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക. പിന്നെ ഈ സാധനം, ഈ കാസ്റ്റർ ഓയിൽ മുടിയിൽ നിന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിക്കാണ് ഈ കാസ്റ്റർ ഓയിൽ. അതുകൊണ്ട് എപ്പോഴും നന്നായിട്ട് ഷാമ്പു ഇട്ട് കഴുകണം കേട്ടോ. ഷാമ്പും കണ്ടീഷണറും ഇടണം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഞാൻ കുറച്ച് തൈര് കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും ഇട്ടാലും നമ്മളുടെ മുടി ഭയങ്കര ഡ്രൈ ആവും ഇങ്ങനെ ചെയ്താലും. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഈ കട്ടൻ ചായ ഇല്ലേ, കട്ടൻ ചായ നമ്മുടെ അത് കൂടി ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തലേന്ന് പോവില്ല. അതുകൊണ്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചാണ്. ഇങ്ങനെ ഇത്രയും ഡ്രൈ ആയതുകൊണ്ട് നമുക്ക് ഇത്തിരി നേർപ്പിക്കണം. അതായത് കുറച്ചും കൂടി ലിക്വിഡി ആയിട്ടാണ് നമ്മുടെ തലയിലേക്ക്
ഈ സാധനം പരട്ടേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം നമ്മുടെ തലേന്ന് പോവില്ല. ഓക്കെ, അതൊന്ന് ഓർമ്മിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 40 മിനിറ്റ് അത്രയും വെച്ചതിന് ശേഷം നന്നായിട്ട് നല്ല ഷാമ്പും കണ്ടീഷണറും ഇട്ടിട്ട് നന്നായിട്ട് ഇത് കഴുകി കളയണം കേട്ടോ. കുറച്ചധികം വെള്ളമൊക്കെ വേണ്ടി വരും. പിന്നെ മാത്രമല്ല നന്നായിട്ട് ഷാമ്പു ഇട്ട് കഴുകില്ല എന്നുണ്ടെങ്കിൽ ഇത് പോവില്ല തലേന്ന്. ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂവിൻ്റെയും കണ്ടീഷണറിൻ്റെ ഒക്കെ ലിങ്ക് താഴെ കൊടുക്കാം. ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെയും ഞാൻ ലിങ്ക് കൊടുക്കാം. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ വീഡിയോ. എല്ലാത്തിൻ്റെയും ലിങ്കുകളും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.